നമസ്കാരം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമീനിയുടെ ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെ മുജ്തബയ്ക്കും പരിക്കേറ്റു എന്നാണ് വിവരം. ഖമീനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച അധികാരം ഏറ്റെടുത്ത 56-കാരനായ മുജ്തബ ഖമീനി ഇതുവരെ പരസ്യമായി പ്രത്യക്ഷപ്പെടുകയോ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവരികയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നതിനിടയിലാണ് പരിക്കേറ്റെന്ന ഈ വാർത്ത പുറത്തുവരുന്നത്. യുദ്ധത്തിലെ മുറിവേറ്റ പോരാളി എന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സംഘർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ മുജ്തബയുടെ കാലുകൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുവേദിയിൽ നിന്ന് മുജ്തബ മാറി നിൽക്കുന്നതിന് പിന്നിൽ ഈ പരിക്കുകളാകാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണിൽപ്പെടാതിരിക്കാനാണ് അദ്ദേഹം മാറി നിൽക്കുന്നതെന്നും സൂചനയുണ്ട്. അതീവ സുരക്ഷയുള്ള ഒളിത്താവളത്തിൽ കഴിയുന്ന അദ്ദേഹം ബോധവാനാണെന്നും എന്നാൽ ആശയവിനിമയത്തിന് നിയന്ത്രണങ്ങളുണ്ടെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെയും വധിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഇസ്രായേലിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒരാളാണ് പ്രതികാരദാഹി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുജ്തബ ഖമീനി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെതിരെ ഭീഷണി ഘടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇനി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്നും മരണം, തീ, ക്രോധം എന്നിവ നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുജ്തബ ഖമീനി പരമോന്നത നേതാവായി അധികാരം ഏറ്റെടുത്തതിനെക്കുറിച്ച് ഇറാനിയൻ സ്റ്റേറ്റ് TV നൽകിയ ഒരു റിപ്പോർട്ടിൽ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതായി സൂചിപ്പിക്കുന്നുണ്ട്. റമദാൻ യുദ്ധത്തിലെ ജാൻബാസ് എന്നാണ് അദ്ദേഹത്തെ ഇറാനിയൻ സ്റ്റേറ്റ് TV വിശേഷിപ്പിച്ചത്. യുദ്ധത്തിൽ പരിക്കേറ്റ പോരാളി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും പിതാവും കൊല്ലപ്പെട്ടെങ്കിലും മുജ്തബയ്ക്ക് എങ്ങനെയാണ് പരിക്കേറ്റെന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. ഇറാനിലെ പ്രബലമായ സർക്കാർ മതകാര്യ ചാരിറ്റി സംഘടനയായ കോമിറ്റെ എംദാദും യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജൻബാസ് ജംഗ് എന്ന പേർഷ്യൻ പദം മുജ്തബയ്ക്കായി ഉപയോഗിച്ചു. എന്നാൽ പരമോന്നത നേതാവ് സുരക്ഷിതനും ആരോഗ്യവാനാണെന്നും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ മകൻ യൂസഫ് പെസഷ്കിയാൻ പറഞ്ഞു. സർക്കാർ ഉപദേഷ്ടാവ് കൂടിയായ അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്: മുജ്തബ ഖമീനിക്ക് പരിക്കേറ്റതായി ഞാൻ വാർത്തകൾ കേട്ടിരുന്നു. ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം സുരക്ഷിതനും ആരോഗ്യവാനാണെന്നും അവർ എന്നോട് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. തന്റെ പിതാവിനേക്കാൾ തീവ്ര നിലപാടുള്ള വ്യക്തിയായിട്ടാണ് മുജ്തബ ഖമീനിയെ വിലയിരുത്തപ്പെടുന്നത്. IRGCയുമായി അടുത്ത ബന്ധമുള്ള മുജ്തബ ഖമീനിയെ പ്രതികാരദാഹി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തന്റെ പിതാവ്, ഭാര്യ, മകൻ എന്നിവരുടെ മരണത്തിന് അമേരിക്കയോടോ അല്ലെങ്കിൽ സ്വന്തം ജനതയോട് തന്നെ അദ്ദേഹം പകരം വീട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. അതേസമയം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം മുജ്തബയുടെയും പിതാവിന്റെയും കൈകളിൽ രക്തം പുരണ്ട ചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ്: മുഖം അല്പം മാറിയേക്കാം, പക്ഷേ ഭീകരഭരണകൂടത്തിന് മാറ്റമില്ല. പിതാവിന്റെ അടിച്ചമർത്തലിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും പാരമ്പര്യമാണ് മുജ്തബ പിന്തുടരുന്നത് എന്നാണ് കുറിച്ചത്. ആയത്തുള്ള അലി ഖമീനിയുടെ ഓരോ പിൻഗാമിയെയും തങ്ങൾ വേട്ടയാടുമെന്ന് ഇസ്രായേൽ സൈന്യം ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിൽ X പ്ലാറ്റ്ഫോമിൽ IDF കുറിച്ചത് ഇങ്ങനെയാണ്: ക്രൂരനായ ഖമീനിയെ ഇല്ലാതാക്കിയ ശേഷം ഇറാന്റെ ഭീകര ഭരണകൂടം സ്വയം പുനർനിർമ്മിക്കാനും പുതിയൊരു നേതാവിനെ കണ്ടെത്താനും ശ്രമിക്കുകയാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ കൈകൾ ഓരോ പിൻഗാമിയെ നിയമിക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്തതോടെ ആഗോള എണ്ണ വിലയും കുതിച്ചുയരുകയാണ്. ബുധനാഴ്ചയോടെ യുദ്ധം 12ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ചരക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. പുലർച്ചെ 4:35 ഉണ്ടായ ആക്രമണത്തിൽ തിരിച്ചറിയാനാകാത്ത ഒരു വസ്തു കപ്പലിൽ വന്ന് ഇടിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ 11 നോട്ടിക്കൽ മൈൽ വടക്ക് വെച്ചാണ് സംഭവം നടന്നത്. കപ്പലിലെ ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി സമുദ്ര നിരീക്ഷണ ഏജൻസിയായ UKMTO അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം തുടരുകയാണ്. പ്രദേശത്തുകൂടി പോകുന്ന കപ്പലുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ഇതിനു പുറമെ UAE തീരത്ത് മറ്റൊരു കണ്ടെയ്നർ കപ്പലിന് നേരെ സമാനമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാന്റെ 16 കപ്പലുകൾ അമേരിക്കൻ സേന തകർത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ നീക്കങ്ങൾ. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ മൈൻ നിക്ഷേപ കപ്പലുകളെ തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് X പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിരുന്നു.